ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ സോറി കേട്ടോ. പിന്നെ നമ്മൾ പേപ്പർ ക്യാൻവാസ് കോളർ കട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞ വീഡിയോയിൽ. ഇപ്പോൾ ആ കോളർ തുണിയിൽ വെച്ച് തേച്ചതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസ് ഒട്ടിച്ചില്ലേ, ആ ഭാഗം തുമ്പിൽ ഇതുപോലെ തയ്ക്കണം. തുമ്പിലിതുപോലെ തയ്ക്കണം. തയ്ച്ചിട്ട് നമ്മൾ മേളിലെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ആ ക്യാൻവാസ് ചേർത്ത് തയ്ക്കണം. ക്യാൻവാസ് ചേർത്ത് ക്യാൻവാസിൽ കൊള്ളാണ്ട് ക്യാൻവാസിനടുത്തൂടെ തയ്ക്കണം. ശ്രദ്ധിച്ചായിരുന്നു, ഞാൻ രണ്ട് സൈഡും തയ്ച്ചിട്ടില്ല, മേളിൽ മാത്രമാണ് തയ്ക്കുന്നത്. കുറച്ച് കട്ട് കഴിഞ്ഞ ശേഷം അവിടെ ഓരോ ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക. എന്നിട്ട് അത് മൂത്ത് വെച്ചിട്ട് അതിൻ്റെ മീതെ വെച്ചിച്ച് കൊടുക്കുക. ഇവിടെ കറക്റ്റാ വെച്ച് അതിൻ്റെ മേളിലൊരു തയ്യൽ കൊടുക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. കോളറിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ടോപ്പിലും അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. കഴുത്തൊക്കെ കറക്റ്റാ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റാ വയ്ക്കണം. കറക്റ്റാ വെച്ചിട്ട് അതിൻ്റെ ഈ സെൻറ്ററിൽ മാർക്ക് ചെയ്യണം. സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് അകവശത്ത് വെച്ച് വേണം നമ്മൾ തയ്ച്ചു തുടങ്ങാൻ. അകവശത്ത് സെൻറ്റർ നോക്കി വേണം തയ്ച്ചു തുടങ്ങാൻ. അകവശത്തിന് നമ്മൾ പുറത്തോട്ട് വെച്ചാണ് കോളർ തയ്ച്ചടിക്കുന്നത്. ഇതുപോലെ അകത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടെ ഒരു പിന്നൊക്കെ കുത്തിയിട്ട് പിന്നെ ചെയ്തേക്ക് ഇതുപോലെ ചുറ്റും തയ്ക്കുക. കോളറും വലിക്കരുത്, തുണിയും വലിക്കരുത്. വലിക്കാതെ അതേപോലെ വെച്ച് തയ്ക്കണം. ഇതിൽ കറക്റ്റ് ലെവൽ ചെയ്ത് തെറ്റുക. തിരിച്ച് അവിടെ ആ സെൻറ്ററിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും വെക്കണം. ഇനി നമ്മൾ എക്സ്ട്രാ വിട്ടില്ലേ, എക്സ്ട്രാ വിട്ടത് ഒരു സൈഡ് നമ്മൾ അതിനോട് ചേർത്തടിക്കണം. ഒരു സൈഡ് ചേർത്തടിക്കണം. ഒരു സൈഡ് നമ്മൾ 1/4 ഇഞ്ച് വിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിനടിച്ചാണ്. അവിടെ നമുക്ക് ഹുക്ക് വഴി വെക്കാനുള്ളതാണ്. 1 ഇഞ്ച് 1/4 ഇഞ്ച്, ഒരു സൈഡ് 1/4 ഇഞ്ച് ഗ്യാപ്പിന്. ഇവിടെ ചേർത്തടിക്കുക. കോളറിന്റെ എൻഡ് ഭാഗം ചേർക്കാൻ മതി. കഴുത്തിൻ്റെ എൻഡ് ഭാഗം എക്സ്ട്രാ വരുന്നതിന് കട്ട് ചെയ്യും. എന്നിട്ട് ആ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് മറിച്ചിടുമ്പോൾ നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കത്തിരിയ വേണ്ട ജോയിൻറ്റുകളുണ്ട്. അത് നേരെ എടുക്കുക. നേരെ എടുത്തിട്ട് നല്ല വശം ഉണ്ടല്ലോ, നല്ല വശം വെച്ച് വലിച്ചടിക്കുന്നു. നല്ല വശത്തോട്ട് വെച്ച് തോപ്പടി.
ഇനി കൈ വന്നിട്ട് നമ്മൾ ക്രോസ് പീസാണ് എടുക്കേണ്ടത്. ക്രോസ് പീസ് വെച്ചാണ് നമ്മൾ കൈ വെക്കേണ്ടത്. ഇതുപോലെ ക്രോസ് ആയിട്ട് തുണി വെട്ടിയിട്ട്, അതായത് രണ്ടായിട്ട് മടക്കിയാണ് നമ്മൾ വെക്കുന്നത്. ഇതുപോലെ ക്രോസ് പീസ് വെട്ടി അതെല്ലാം ജോയിന്റ് ചെയ്തതിന് ശേഷം, വീഡിയോ ലെങ്ത് ആയി പോകുന്നത് കൊണ്ടാണ് സ്പീഡായിട്ട് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി അതിൻ്റെ മീതെ വെച്ച് വെക്കണം. വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് അതിന് മുഴുവനായിട്ട് അകത്തോട്ട് വെച്ച് മടക്കി തയ്ക്കും. ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ വെച്ച് ചെറിയായി എണ്ണം തന്നെ ഒരു പീസും കൂടി ജോയിൻ ചെയ്യും. ഇനി രണ്ട് സൈഡും കറക്റ്റാ പിടിച്ചെല്ലാം വെച്ചതിന് ശേഷം രണ്ട് സൈഡും നമ്മൾ ഷേപ്പ് കൊടുക്കുക. നമ്മൾ 1.5 ഇഞ്ച് ഗ്യാപ്പിനല്ലേ എടുത്തത്, ആ 1.5 ഇഞ്ച് ഗ്യാപ്പിന് നമ്മൾ ഷേപ്പ് കൊടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, ഇതുപോലെ മൊത്തത്തിൽ രണ്ട് സൈഡും തയ്ച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ടോപ്പ് തയ്ക്കുമ്പോൾ സ്ലിറ്റും താഴെ ഭാഗവും എല്ലാം അതുപോലെ തന്നെ തയ്ച്ചാൽ മതി. താങ്ക് യു. ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു.